ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരാഴ്ചയായിട്ട് ഞാൻ പനി പിടിച്ചിരിപ്പായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും ഹെയർ സ്പാ ചെയ്തേക്കാം. ഇപ്പോൾ പനിയൊക്കെ ഒന്ന് കുറഞ്ഞു. അപ്പോൾ കുറേ പേര് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഹെയർ സ്പാ എങ്ങനെയാണ് നാച്ചുറലായിട്ട് വീട്ടിൽ ചെയ്യാന്നുള്ളത്. പ്രോഡക്റ്റ് വാങ്ങിയിട്ട് നമുക്ക് സ്പാ ചെയ്യാം, ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ചെയ്യാം. അപ്പോൾ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ വീട്ടിൽ നമ്മുടെ അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഹെയർ സ്പാ ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഹെയർ സ്പാ എന്താണെന്നൊന്ന് പറയാം. ഇത് മിക്കവർക്കും അറിയാവുന്നതായിരിക്കും, എങ്കിലും ആ ഒരു പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പ് സ്പാ എന്താണെന്നൊന്ന് വിശദമാക്കാം. അപ്പോൾ ഹെയർ സ്പാ എന്ന് പറയുന്നത് നമ്മുടെ മുടി നല്ല ഹെൽത്തി ആയിട്ടും നറിഷ് ആയിട്ടും മുടി വളർച്ച കൂട്ടാനും ഒക്കെ ആയിട്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. ബ്യൂട്ടി പാർലർ ഒരു 2 മണിക്കൂറൊക്കെ എടുത്ത് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. അതിന് പ്രത്യേകമായിട്ട് ഒരു ക്രീമുണ്ട്, അത് തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ നമ്മുടെ ഹെൽമെറ്റ് പോലൊരു സംഭവം തലയിൽ വെച്ചിട്ട് സ്റ്റീമൊക്കെ കൊടുത്തതിന് ശേഷം നല്ലൊരു ഹെയർ മസാജും ഒക്കെ ചെയ്ത് ചെയ്യുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ഹെയർ സ്പാ. അപ്പോൾ ഇത് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ചെയ്യണമെങ്കിൽ അതിനൊരു 1000-1500 രൂപയൊക്കെ ആകും. അപ്പോൾ നല്ല എന്താ പറയുക, നമ്മുടെ തലയ്ക്ക് നല്ലൊരു റിലാക്സേഷൻ തരുന്ന ഒരു സംഭവമാണ് ഈ ഹെയർ സ്പാ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മുടി സ്മൂത്തനിങ്, സ്ട്രൈറ്റനിങ്, ബ്ലോ ഡ്രൈ ഇങ്ങനെയൊക്കെ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തവരാണെങ്കിൽ തീർച്ചയായിട്ടും മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഹെയർ സ്പാ ചെയ്യുന്നത് നിർബന്ധമാണ്. ഈ ട്രീറ്റഡ് ഹെയർ ഉള്ളവർ ഹെയർ സ്പാ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മുടി ഫ്രിസി ആയിട്ട് പോകും, സ്പ്ലിറ്റ് എൻഡ്സ് വരാനുള്ള സാധ്യതയുണ്ട്, അങ്ങനെ മുടി കൊഴിച്ചിൽ വരും, അങ്ങനെ പല പ്രശ്നങ്ങളും വരും. അപ്പോൾ എന്തായാലും മുടി സ്മൂത്തനിങ് ഒക്കെ ചെയ്തവർ മസ്റ്റായിട്ടും ഹെയർ സ്പാ ചെയ്യണം. അപ്പം ഞാനാണെങ്കിൽ എൻ്റെ സ്മൂത്തനിങ് ചെയ്തതിന് ശേഷം ഒരു തവണ മാത്രമാണ് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഹെയർ സ്പാ ചെയ്തുള്ളൂ. അപ്പോൾ സമയക്കുറവ് മൂലവും പിന്നെ എല്ലാ മാസവും ഈ ഒരു സ്പായ്ക്ക് വേണ്ടിയിട്ടുള്ള ക്യാഷ് മുടക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ വീട്ടിൽ തന്നെ ഹെയർ സ്പാ ചെയ്തത്. അപ്പം ഞാൻ എല്ലാ മാസവും ഹെയർ സ്പാ ചെയ്യുമായിരുന്നു. പുറത്തുനിന്ന് ക്രീം ഒന്നും വാങ്ങിയിട്ടല്ല, വീട്ടിൽ തന്നെയുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഹെയർ സ്പാ ചെയ്തത്. അപ്പം പലരും ആ വീഡിയോയുടെ താഴെ ചോദിച്ചായിരുന്നു ഹെയർ സ്പായുടെ വീഡിയോ ചെയ്യാമോ, അല്ലെങ്കിൽ ഇനി ഞാൻ ഹെയർ സ്പാ ചെയ്യാൻ പോകുമ്പോൾ അതൊരു വീഡിയോ ആക്കാമെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ വീട്ടിൽ തന്നെ ഞാൻ ചെയ്തിരുന്ന ഒരു രീതിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക്, പക്ഷെ കുറച്ച് സമയം വേണം. ഏതെങ്കിലും നിങ്ങൾക്കൊരു ഓഫ് കിട്ടുന്ന ദിവസമോ അല്ലെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു ദിവസമോ ചെയ്യേണ്ട ഒരു രീതിയാണ്. ഒരു 1-1.5 മണിക്കൂറൊക്കെ സമയം എടുക്കും ഹെയർ സ്പാ ചെയ്യാനായിട്ട്. പക്ഷേ ഹെയർ സ്പാ ചെയ്ത് കഴിഞ്ഞാൽ മുടിയിലുണ്ടാകുന്ന വ്യത്യാസം വളരെ വലുതായിരിക്കും. മുടി നല്ല, ഞാനിപ്പം ചെയ്യുന്ന രീതിയിൽ ചെയ്താൽ മുടി സ്ട്രൈറ്റ് ആൻഡ് സ്മൂത്തനിങ് ഒന്നും ആവത്തില്ല, മുടിയുടെ വളർച്ച കൂടും, മുടി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും, നമ്മുടെ സ്കാൽപ്പ് നല്ല ക്ലിയർ ആവും, ഡാൻഡ്രഫ് ഒരു പരിധിവരെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയൊക്കെ ഒരു രീതിക്ക് വേണ്ടിയിട്ടാണ് ഹെയർ സ്പാ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഹെയർ സ്പാ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മുടിയുടെ ഉടക്കൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. വൈഡായിട്ടുള്ളൊരു കോമ്പാണെങ്കിൽ, ഇതുപോലെ ചുരുണ്ട മുടിയാണെങ്കിൽ ഉടക്കൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. ചെറിയ ചീപ്പ് വെച്ച് ചീവിയിട്ടുണ്ടെങ്കിൽ മുടിയൊക്കെ അങ്ങ് പൊട്ടിയിട്ട് ആ മുടിയുടെ തിക്നെസ്സൊക്കെ അങ്ങ് കുറഞ്ഞു പോകും. ഇപ്പം ഞാൻ ഇവിടെ ഓയിലൊന്ന് പുരട്ടി കൊടുക്കുകയാണ്. ഈ ഒരു ഓയിൽ ആപ്ലിക്കേറ്റർ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. നിങ്ങൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഓയിൽ ഈ ഒരു ബോട്ടിലേക്ക് ഇട്ട ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം ഹോട്ട് ഓയിൽ മസാജ് കൊടുക്കുകയാണെങ്കിൽ ആ ഡാൻഡ്രഫൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് വളരെ നല്ലതായിരിക്കും. അപ്പോൾ സ്കാൽപ്പിലേക്ക് ഓയിൽ നന്നായിട്ട് എത്തണം. സ്കാൽപ്പിലേക്ക് ഓയിൽ നന്നായിട്ട് എത്തിയാൽ മാത്രമാണ് സ്കാൽപ്പ് നല്ല ക്ലീൻ ആവത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് മുടി ഹെയറിലും നമ്മുടെ സ്കാൽപ്പിലും പുരട്ടി കൊടുത്ത ശേഷം ഒന്ന് കെട്ടിവെച്ച് കൊടുക്കുകയാണ്. ഒരു 15-20 മിനിറ്റ്സ് ഇങ്ങനെ കെട്ടിവെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ആമസോണിൽ കിട്ടിയ ഒരു ഓയിൽ ആപ്ലിക്കേറ്ററാണ്. ഇതിനൊരു 100 രൂപയുടെ വിലയുള്ളൂ. കുറേ വർഷങ്ങളായിട്ട് എൻ്റെ കയ്യിലുള്ളതാണ്. അപ്പോൾ ഇതാണെങ്കിൽ ചെറുതായിട്ട് ഹോട്ട് ഓയിൽ മസാജാണ് കൊടുക്കുന്നത്. ഈ ഓയിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം ഇതിൽ കണ്ടോ കുറേ ഇതുപോലെ പല്ലുകളുണ്ട്. ഇത് കറക്റ്റ് സ്കാൽപ്പിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഓയിൽ നമ്മുടെ സ്കാൽപ്പിലേക്ക് എത്തും. ചെറിയ ചൂടുള്ള എണ്ണ ഇങ്ങനെ സ്കാൽപ്പിലേക്ക് കറക്റ്റായിട്ട് എത്തും. അതിനുശേഷം നമ്മൾ കൈ വെച്ചിട്ട് ചെറിയൊരു മസാജ് കൊടുത്താൽ മതി. അപ്പോൾ ഇത് വാങ്ങുന്നത് നല്ലതായിരിക്കും. ഒരുപാട് ഇങ്ങനെ എണ്ണ കയ്യിലും ഒന്നും നമ്മുടെ ആവത്തില്ല. നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ തലയിലേക്ക് ഇതുപോലെ എണ്ണ എത്തും. അതിനുശേഷം ഞാൻ ചെറുതായിട്ടൊന്ന് മസാജ് കൊടുത്തു. അതിനുശേഷം ഇതുപോലെ വൈഡായിട്ടൊരു കോമ്പ് വെച്ചിട്ട് ഒന്ന് ചീവി കൊടുത്തതിന് ശേഷം കെട്ടിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 15 മിനിറ്റ്സ് ഇതുപോലെ തന്നെ ഇരിക്കും. ഇനി നമുക്ക് ഈ സമയത്ത് നമ്മുടെ സ്പാ ചെയ്യാനുള്ള ആ ഒരു ക്രീം പ്രിപ്പയർ ചെയ്യാം. അപ്പോഴത്തേക്കും ഓയിലൊക്കെ തലയിലേക്കൊന്ന് പിടിച്ചിട്ട് കിട്ടും. ഓക്കെ, ചൂട് കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് 3 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അതിന് ലംസൊക്കെ ഒന്ന് മാറി കിട്ടാനായിട്ടാണ്. ഇനി ആ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച ശേഷം ആവശ്യത്തിന് വെള്ളവും
പിന്നെ കുറച്ച് ഫ്ലാക്സ് സീഡ്സും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഫ്ലാക്സ് സീഡ്സിനെ കുറിച്ചൊരു വീഡിയോ മുന്നേ ഞാൻ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. omega-3 ഫാറ്റി ആസിഡ്സ് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഫ്ലാക്സ് സീഡ്സ്. ഇത് കഴിക്കാനായിട്ട് മുടിയിൽ പുരട്ടാനായിട്ടും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഈ അരിപ്പൊടി ചേർത്തുകൊണ്ട് തന്നെ നന്നായിട്ട് കുറുകി വരും. ഈ ഒരു ഫ്ലാക്സ് സീഡ്സ് ചേർത്തുകൊണ്ട് നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടും. നല്ലൊരു ജെല്ലി പോലെ കിട്ടും. അപ്പോൾ നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ടും വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം നമുക്കൊന്ന് അരിച്ചെടുക്കാം. കണ്ടോ, ഇപ്പം നല്ലൊരു കറക്റ്റ് നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ചെയ്യുന്ന ആ ക്രീം പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. വളരെ സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ക്രീം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഒരു ബൗളിലേക്ക് എടുത്ത ശേഷം ബാക്കി നമുക്ക് അടച്ച് ഫ്രിഡ്ജിലേക്ക് സൂക്ഷിച്ച് വെക്കാം. നിങ്ങൾക്ക് ഒരു 2 വീക്സ് കഴിയുമ്പോൾ നിങ്ങൾക്കത് ഉപയോഗിക്കാം. കേടായിട്ട് പോകുമൊന്നുമില്ല. ഇതിലേക്ക് ഒരു ഇത്തിരി നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ സ്പാ ചെയ്യാനുള്ള ക്രീം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ബ്യൂട്ടി പാർലറിലൊക്കെ ചെയ്യുന്ന അതേ ക്രീം പോലെ വന്നിട്ടുണ്ട്. നല്ല ജെല്ലിയായിട്ട് ഫ്ലാക്സ് സീഡ് കിട്ടുവാണെങ്കിൽ അതുപോലെ ചെയ്ത് നോക്കണേ. അപ്പോൾ കുറച്ചായിട്ട് മുടിയിലും സ്കാൽപ്പിലും വരുന്ന രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഹെയർ സ്പായുടെ 2 സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓയിൽ ഇട്ട് കൊടുക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ ക്രീം നന്നായിട്ട് ഹെയറിലും സ്കാൽപ്പിലൊക്കെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 15-20 മിനിറ്റ്സ് തലയിൽ അങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റീം കൊടുക്കുക. അപ്പം നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ നമ്മൾ ആ ഹെൽമെറ്റ് പോലുള്ള സംഭവമൊന്നും വീട്ടിൽ പോസിബിൾ അല്ല. നമ്മൾ വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് ടർക്കിഷ് അതിലേക്ക് വെച്ചിട്ട് 3-4 പ്രാവശ്യം ടർക്കിഷ് തലയിൽ വെച്ചിട്ട് അങ്ങനെ സ്റ്റീം കൊടുത്താൽ മതി. അപ്പോൾ ഒരു 15 മിനിറ്റ്സ് തലയിൽ അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ടർക്കിഷ് എടുത്തിട്ട് ചൂടുവെള്ളത്തിലേക്ക് മുക്കി വെച്ച ശേഷം ഒന്ന് പിഴിഞ്ഞെടുത്ത ശേഷമാണ് തലയിലേക്ക് സ്റ്റീം കൊടുക്കുന്നത്. അപ്പോൾ നല്ല തിളച്ചിട്ടുള്ള ചൂടുവെള്ളമാണെങ്കിൽ ഗ്ലൗസ് ഉപയോഗിച്ച് വേണം പിഴിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഇളം ചൂടുവെള്ളമാണെങ്കിൽ അത്രയും സ്റ്റീം തലയിലേക്ക് കിട്ടില്ല. ഞാനിപ്പോൾ നല്ല ചൂടുള്ള വെള്ളം എടുത്തേക്കുന്നത്. അപ്പം ഞാനൊന്ന് ഗ്ലൗസ് വെച്ചൊന്ന് പിഴിഞ്ഞെടുത്ത ശേഷം ആ ടർക്കിഷിന് നല്ല ചൂടുണ്ട്. ആ തലയിലേക്ക് ഇതുപോലെ ഒന്ന് കെട്ടിവെച്ച് കൊടുക്കുകയാണ്. ആ ചൂട് പോകുന്നവരെ ഇതുപോലെ ഒന്ന് കെട്ടിവെച്ച് കൊടുക്കും. ചൂട് പോയി കഴിയുമ്പോൾ ഒന്നുകൂടെ അത് പിഴിഞ്ഞെടുത്ത ശേഷം തലയിലേക്ക് വെച്ച് കൊടുക്കും. ഞാനിപ്പോൾ ഒരു 3-4 പ്രാവശ്യം തലയിലേക്ക് നന്നായിട്ട് സ്റ്റീം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ ചൂട് പോകുന്നവരെ നിങ്ങൾ ടർക്കിഷ് മുക്കിയിട്ട് പിഴിഞ്ഞ് തലയിലേക്ക് വെച്ച് സ്റ്റീം കൊടുക്കുക. തലയിലേക്ക് സ്റ്റീം അത്രയും കിട്ടുന്നത് നല്ലതാണ്. പോർട്സൊക്കെ ഇങ്ങോട്ട് ഓപ്പൺ ആയിട്ട് മുടി വളർച്ച കൂടാനായിട്ട് വളരെ നല്ലതാണ്. ഇനിയിപ്പോൾ ഞാൻ നോർമൽ വാട്ടറിൽ മുടി ഒന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഷാമ്പൂ കണ്ടീഷണർ യൂസ് ചെയ്യാമെന്ന് പലരും ഇങ്ങനെ കമൻസ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷാമ്പൂ വളരെ മൈൽഡായിട്ടുള്ള ഷാമ്പൂ യൂസ് ചെയ്തിട്ട് മുടി ഒന്ന് കഴുകിയെടുക്കുക. ഓക്കെ, എന്നിട്ട് പിന്നെ വളരെ കുറച്ച് എമൗണ്ട് ഷാമ്പൂ എടുത്താൽ മതി. എണ്ണയൊന്ന് പോകാൻ വേണ്ടി മാത്രമുള്ള വളരെ കുറച്ച് എമൗണ്ട് ഷാമ്പൂ എടുത്തതിന് ശേഷം ഒന്ന് വാഷ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ജോൺസൺ ബേബിയുടെ പിള്ളേർക്ക് യൂസ് ചെയ്യുന്ന ഷാമ്പൂ ആണ് ഈ സ്പാ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് യൂസ് ചെയ്യുന്നത്. കുറച്ചുകൂടെ കെമിക്കൽ ഫ്രീ ആയിരിക്കുമല്ലോ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാനുള്ളത് കൊണ്ട്. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ്. ഇന്ന് കണ്ടീഷണർ ഇടത്തില്ല. അപ്പോൾ ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഷാമ്പൂ കണ്ടീഷണർ യൂസ് ചെയ്യത്തുള്ളൂ. ഞാൻ തലയൊന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. ഓക്കെ. ഹലോ, ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഞാനിപ്പോൾ തലയൊക്കെ നന്നായിട്ടൊന്ന് കഴുകി കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഹെയർ സ്പാ ചെയ്തതിൻ്റെ വ്യത്യാസമൊന്നും ഇപ്പോൾ എൻ്റെ മുടിയിൽ അറിയാൻ പറ്റില്ല. കാരണം നല്ല ചുരുണ്ട മുടിയായതുകൊണ്ട് അങ്ങനെ സ്മൂത്തനിങ് സ്ട്രൈറ്റനിങ് ആയിട്ടൊന്നും കിടക്കത്തില്ല. അത് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് തന്നെ സ്മൂത്തനിങ് ചെയ്യേണ്ടി വരും എൻ്റെ മുടിയിൽ വ്യത്യാസം അറിയണമെന്നുണ്ടെങ്കിൽ. പക്ഷേ കുറച്ചുകൂടെ സ്ട്രൈറ്റൻ ഹെയറൊക്കെ ആയിട്ടുള്ളവർ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് കിടക്കും. പക്ഷേ മുടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല സ്കാൽപ്പൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്മൂത്തനിങ് സ്ട്രൈറ്റനിങ് ഒക്കെ ചെയ്തവർ മാസത്തിൽ 2 പ്രാവശ്യം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. മുടിയുടെ ആ ഉള്ള എന്താ പറയുക ഫ്രഷ്നെസ് മാറിക്കിട്ടും. പിന്നെ എന്താ പറയുക ഇച്ചിങ് മാറിക്കിട്ടും. മുടി പൊട്ടൽ അങ്ങനെ പൊഴിച്ചിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. പക്ഷേ അമിതമായിട്ട് അപ്പോൾ നമ്മുടെ കൺട്രോളിന് അപ്പുറത്തേക്ക് മുടി പൊഴിയുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ D3 ഒന്ന് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ തൈറോയ്ഡ് നോക്കുക. ഇപ്പോൾ അനീമിക് ആണോ നോക്കുക. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ മുടി പൊഴിച്ചിൽ നല്ലോണം വരും. അതിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുത്താൽ മതി. അപ്പോൾ ഈ വക പ്രശ്നങ്ങൾ നല്ല ചെറുതായിട്ട് ഉള്ള മുടി പൊഴിച്ചിലും അല്ലെങ്കിൽ ഭയങ്കര ഫ്രിസി ആയിട്ടിരിക്കുകയാണ് പരുപരുത്ത മുടിയൊക്കെ ആണെങ്കിൽ
ഹെയർ സ്പാ മാസത്തിൽ 2 പ്രാവശ്യം ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ സ്മൂത്തനിങ്ങും സ്ട്രൈറ്റനിങ്ങും ഒന്നും ചെയ്യാത്തവരാണ്, സാധാരണ നോർമൽ ഹെയർ ആണെങ്കിൽ അങ്ങനെയുള്ളവർ മാസത്തിൽ 1 പ്രാവശ്യം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഹെയർ ഗ്രോത്ത് കൂടാനായിട്ടും മുടി നന്നായിട്ട് വളരാനായിട്ടും ഡാൻഡ്രഫൊക്കെ ഒരു പരിധിവരെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും നമ്മുടെ തല എപ്പോഴും, അതായത് സ്കാൽപ്പ് എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കാനും ഒക്കെ സഹായിക്കും. നമ്മളെപ്പോഴും പുറത്തേക്ക് ജോലിക്കും ഒക്കെ പോകുമ്പോഴത്തേക്കും ഒത്തിരി ഡസ്റ്റ് അടിക്കുകയും അല്ലെങ്കിൽ വെയിൽ കൊള്ളുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും മുടി ഒത്തിരി ഫ്രിസി ആയിട്ട് പോകും. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് മാറ്റാനായിട്ട് ഈ ഹെയർ സ്പാ നല്ലതാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ 2-3 പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഹെയർ ഗ്രോത്ത് കൂടുന്നതായിട്ടൊക്കെ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ചോദിച്ചത് തീർച്ചയായിട്ടും കണ്ടു നോക്കുക. നിങ്ങൾ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുകയും വേണം. സീ യു സൂൺ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ. ബൈ.